ശ്രീ പ്രിയദർശൻ തമ്പി, അന്വേഷണം സ്തംഭിച്ചിരിക്കുകയാണ്, അതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത്. അന്വേഷണം ഇപ്പോ സ്തംഭിച്ചിരിക്കുകയാണ് എന്ന വിലയിരുത്തലിൽ നമുക്ക് എത്താൻ കഴിയുമോ? ഒന്ന്, അന്വേഷണ സംഘത്തിന്റെ കണ്ടക്റ്റിനെ കുറിച്ച് കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് അതിനിശ്ചിതമായ വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. ജാമ്യ ഹർജികൾ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വരുമ്പോൾ വളരെ നിശ്ചിതമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് നടന്നത്. അതുപോലെ മറ്റ് ചില അറസ്റ്റുകൾക്ക് കൂടി ഈ വിമർശനം പ്രേരകമായിരുന്നു. ആ വിമർശനം ഇപ്പോഴും കോടതിക്കുണ്ട്. കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറ്റപത്രം കൊടുക്കാത്തതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യം നേടി പ്രതികൾ പുറത്തു വരികയാണ്. ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞാൽ ഈ കേസിലെ മുഴുവൻ പ്രതികളും ജാമ്യം നേടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കൺക്ലൂഷൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുമില്ല. അപ്പം ഇനി അന്വേഷണം വളരെ മഹത്തരമാണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? പൊതുസമൂഹത്തിൽ ഇത് സംബന്ധിച്ച് വിവിധങ്ങളായ സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. ആ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ച് നമ്മൾ രണ്ട് തരത്തിൽ ഈ കേസിൻ്റെ ഗൗരവത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കേസിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രാധാന്യമുള്ള കേസാണ് ഇതെന്നുള്ള കാര്യത്തിൽ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പൻ്റെ തന്നെ വസ്തുക്കൾ കളവ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചും വേദനാജനകമാണ്. അത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ദൈവവിശ്വാസികളെ ആകെ ഉലച്ച ഒരു വലിയ സംഭവമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ആരെയാണോ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ എൻട്രസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരെയാണോ എൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത്, വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് നടന്നു എന്ന് പറയുന്നത് അതിലേറെ ഗൗരവതരമായ കാര്യമാണ്. അത് ഒരു പൊതു സ്വഭാവം. അതിൽ നിന്ന് വിഭിന്നമായി നിയമപരമായി നമ്മളിതിനെ കാണുമ്പോൾ ഈ കേസ് എങ്ങനെയാണ് ഉത്ഭവിച്ചത്, ഈ കേസ് എങ്ങനെയാണ് വന്നത്? ഈ കേസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ, അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ കേരള ഹൈക്കോടതിയിലെ പണ്ട് മുതലേ ഉള്ള ഒരു ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച് എന്നാണ് ആ ബെഞ്ച് പറയുന്നത്. അതായത് ഒരു സീനിയറായിട്ടുള്ള, ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ജഡ്ജും മറ്റൊരു ജഡ്ജും അടങ്ങിയ ഒരു ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചാണ് ദേവസ്വം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ശബരിമലയിലെ ഇത്ര രൂപയിൽ കൂടുതലുള്ള ബില്ല് മാറണമെങ്കിൽ പോലും ആ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വേണം, നമുക്കെല്ലാവർക്കും അറിയാം. അത് ദേവസ്വം ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഒരു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ശബരിമലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ഒരു ജില്ലാ ജഡ്ജിയാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ. അദ്ദേഹം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകും. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ അക്കമിട്ട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ സീലി വെച്ച കവറിൽ രേഖപ്പെടുത്തണു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കേസിൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻസ് പരിഗണിക്കപ്പെടുന്നത് വ്യത്യസ്തമായ ഒരു ബെഞ്ചിലാണ്. ആ ബെഞ്ച് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ വകുപ്പുകൾ ഈ കേസിലുള്ളത് കൊണ്ടാണ് ആ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് ഈ കേസുകൾ വരുന്നത്. കാരണം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്നതിന് മുമ്പ് ഈ കേസ് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിലായിരുന്നു ഇതിൻ്റെ FIR. എന്നാൽ അത് വന്നതോടുകൂടി കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറി. അപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഈ കേസിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഈ കേസിലെ അന്വേഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നൽകിയ സമയത്തിൻ്റെയും സമയബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇതിനകത്ത് പക്ഷേ ഒറ്റ കാര്യം, അതായത് ഇതിനകത്ത് ഒരു പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഒരു ക്രിമിനൽ കേസിൽ കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ ലിഖിതമായി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളും അതിൽ ചേർക്കണമെന്നില്ല. അപ്പോൾ പ്രിലിമിനറി ചാർജ് ഷീറ്റ് ഈ കേസിൽ കൊടുക്കാത്തത് കൊണ്ട് പ്രതികൾക്ക് ഒരു പ്രതിക്ക്, മുരാരി ബാബു എന്ന പ്രതിക്ക് ജാമ്യം കിട്ടി എന്നുള്ളൊരു വസ്തുതയാണ്. ആ വസ്തുത ഒഴിച്ചാൽ ഈ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ, മറ്റു രീതിയിൽ എല്ലാം ശരിയായ രീതിയിൽ നടക്കുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി.